ഇതുണ്ടോ ചൈനയിലെ സാധാരണക്കാരായ കൃഷിക്കാരെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതൊരു അമ്മച്ചിയാണ്, കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മച്ചിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കർഷകരായ ചൈനക്കാരുടെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഒരു വയൽ പോലുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല മണ്ണാണ് ഇവിടുത്തെ ആൾക്കാർ. ഒരുപാട് വയസ്സായ ആൾക്കാരൊക്കെ ഇതുപോലെ കൃഷി ചെയ്യുന്നതായ ഒരു കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കാണിച്ചു തരാം. ഇവിടെ ജോലി ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരും 75-80 വയസ്സിന് മേലോട്ടുള്ള അപ്പാപ്പന്മാരും അമ്മച്ചിമാരുമാണ് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ ഇവര്. അവൻ എന്നെ കണ്ടിട്ട് ഭയങ്കര കൗതുകം, എന്നോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ എനിക്കെല്ലാം ഒന്നും മനസ്സിലാവുന്നില്ല. ഇവരുടെ ലോക്കൽ ഭാഷയിലാണ് ഇവര് പറയുന്നത്. എന്നെ കണ്ടിട്ട് എന്തോ ഒരു വേറെന്തോ ജീവിനെ കണ്ട പോലെയാണ് ഇവരുടെ ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ. ഭയങ്കര സന്തോഷാണ് കേട്ടോ ഇവർക്ക് നമ്മളെ കാണുമ്പോ ഒക്കെ. വയസ്സായിട്ടുള്ള ആൾക്കാര് അവരവരുണ്ടാക്കിയ പച്ചക്കറികൾ ഈ ഒരു മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ മൊത്തത്തിൽ കാണാൻ പറ്റുക. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നല്ല പ്രായമായ ആൾക്കാരാണ്. കൂടുതൽ ലേഡീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ കുറച്ച് കൗതുക കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാവേ. എന്റെ ഫോട്ടോ എടുക്കുന്ന അമ്മച്ചീനെ കണ്ട ഇവരെല്ലാരും എന്നെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം. നോക്ക്, ഈ അമ്മച്ചിയാണ് എന്നെ പിടിച്ചിട്ട് വയ്ക്കുമായിരുന്നു കേട്ടോ. അത്രയ്ക്ക് സ്നേഹമാണ് ഇവർക്ക് നമ്മളോട്. ഈ ഒരു സ്ഥലത്ത് അധികം ഫോറിനേഴ്സ് ഒന്നും വരാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവര് ഇങ്ങനെ ഫോറിനേഴ്സിനെ ഒന്നും കണ്ടിട്ടില്ല ഇവിടുത്തെ ആൾക്കാര്. അതുകൊണ്ട് നമ്മളെ കാണുമ്പോഴത്തേനും ഇവരുടെ ഒരു സന്തോഷം അതാണ് കേട്ടോ ഇവരുടെ മുഖത്ത് നമുക്ക് പ്രകടമാകുന്നത്. അവർക്ക് ആകെ ഹലോ മാത്രമേ പറയാൻ അറിയത്തുള്ളൂ. അവരുടെ ആ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയാട്ടോ. എന്നെ എല്ലാ ആൾക്കാരും കൂടെ വളഞ്ഞിട്ട് പിടിച്ചു. നിങ്ങൾ കണ്ടോ? ദൈവമേ, ഒരു 2 രൂപയ്ക്ക് വേണ്ടിയാണ് ഇവര് പറയുന്നത്. നോക്കിക്കേ, പഴയ കാലത്തെ ത്രാസൊക്കെയാണ്. ഓയോ ഇവർക്ക് ആകെ ഹലോ എന്ന് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവര് ഹലോ എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചോണ്ട് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. എന്നിട്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ഇതിൽ ചില പച്ചക്കറികളൊന്നും നമ്മൾ ഉപയോഗിക്കില്ലാത്ത പച്ചക്കറിയാണ്. പാലക്ക് ചീര മാത്രമേ എനിക്ക് വേണ്ടിയിരുന്നുള്ളൂ. പക്ഷെ ഞാൻ എന്തൊക്കെയൊക്കെയോ ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി എന്തൊക്കെയോ കുറേ സാധനങ്ങൾ പിന്നെ അവസാനം മേടിക്കേണ്ട വന്നു. അവരുടെ ഒരു സന്തോഷമാവട്ടെ വിചാരിച്ചു. ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ മേടിച്ചു. പക്ഷെ ഇലകളൊന്നും നമുക്ക് പരിചിതമല്ലാത്ത കുറേ ഇലകളായിരുന്നു. ഇത് കണ്ടില്ലേ, ഒരു അപ്പാപ്പൻ നോക്കിക്ക് എത്ര പ്രായമുള്ള ഒരു അപ്പാപ്പനാണെന്ന്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ. ഇവിടെ വയസ്സായ ആൾക്കാർ ഇതുപോലെ വന്ന് പച്ചക്കറി കച്ചവടം നടത്തുന്ന കാഴ്ചകളാണ്. ഇവർ മരിക്കുന്നോടം വരെ ജോലി ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു കാഴ്ചയാണ് നമുക്ക് ചൈനയിൽ കാണാൻ പറ്റുക. ഒരു പ്രായമായെന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ വീട്ടിലിരിക്കുകയൊന്നുമില്ല. ഈ ഒരു അമ്മച്ചി ഒരു 89 വയസ്സായി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ അമ്മച്ചിയും ആ പുള്ളിക്കാരത്തിയുടെ പച്ചക്കറിയൊക്കെ ആയിട്ട് അവിടെ കുറച്ച് ഇവർ നട്ടു വളർത്തിയ പച്ചക്കറി തന്നെയാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് അവിടെ വന്ന് വിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും
ഇതുപോലെ കൊണ്ടുവന്ന് ഇവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേനും 6 മണിയാകുമ്പോഴത്തേനും ഇവരുടെ ഡിന്നർ ടൈം ആകുമല്ലോ. അതുകൊണ്ട് ഒരു 3 മണിയാകുമ്പോഴത്തേനും ഇവർ തുടങ്ങും കേട്ടോ. ഇതുപോലെ പച്ചക്കറി കച്ചവടം തുടങ്ങും. അതുപോലെ 11 മണിയാണ് ഇവരുടെ ലഞ്ച് ടൈം. ആ സമയത്ത് പോയാൽ ഇവരാരും ഇവിടെ ഉണ്ടാവില്ല. അതിന് മുന്നേ തന്നെ ഇവർ പച്ചക്കറി കച്ചവടം തുടങ്ങിയിരിക്കും. ഇവിടുത്തെ ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാത്തരം ഇലകളും കൂടുതലായിട്ടും ഇലവർഗ്ഗങ്ങളാണ് ഇത് ഇതിനകത്ത് മൊത്തം കണ്ടുകൊണ്ടിരുന്നത്. ഓരോരുത്തരും അവരുടെ ഞാൻ നട്ടത് പറിച്ചു തരാന്നും പറഞ്ഞോണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോവാണേ. ഇതാണ്ടോ പൂയ ലോബാ പൂയ ലബാൻ. ഇവിടെയും ഒരു വയസ്സായ അപ്പാപ്പൻ നിന്നുകൊണ്ട് ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവിടുത്തെ മണ്ണ് ശ്രദ്ധിച്ചോ? നല്ല ബ്ലാക്ക് കളറുള്ള മണ്ണാണ് കേട്ടോ. ഇവിടെ എന്ത് പച്ചക്കറി നട്ടാലും നന്നായിട്ട് വിളവെടുപ്പ് നടത്താൻ വേണ്ടി പറ്റും. അത്രയ്ക്കും നല്ല മണ്ണാണ് ഇവിടുത്തേത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടുത്തെ കൃഷിക്കാർക്ക് നല്ല ഹെൽപ്പൊക്കെ ചെയ്യുമെന്നാണ് ഞങ്ങളുടെ ചൈനീസ് സ്റ്റാഫ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഗവൺമെൻറ് ഒരു കർഷകരാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്യാറുണ്ട് എന്നാണ് അവൻ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നത്. ഇത് കണ്ടില്ലേ, ഒരുപാട് തരത്തിലുള്ള ഇലവർഗ്ഗങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇലകളാണ് കേട്ടോ. ചൈനീസുകാർ ഒരുപാട് വെറൈറ്റി ഇലകൾ ഇവർ കഴിക്കുകയും ചെയ്യും. ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇവിടെ. ഈ ഒരു സ്ഥലം നേരത്തെ ഫുള്ള് വില്ലകളായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ആ വില്ലകൾ ഗവൺമെൻറ് ഏറ്റെടുത്തതിന് ശേഷം ഇവിടെ ഫ്ലാറ്റ് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഫ്ലാറ്റ് വരാൻ വേണ്ടി പോകുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഇത് കർഷകരോട് ഇവിടെ കൃഷി ചെയ്തോളാൻ പറഞ്ഞ് അങ്ങനെ അവരിവിടെ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവിടെ എല്ലാം ഫ്ലാറ്റുകൾ വരും. അപ്പോൾ ഇവർക്ക് ഇവിടെ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ ഈ സമയത്ത് ഇവർക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ കൃഷി ചെയ്യാൻ പറ്റും എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാനതിലെ നടന്നു പോകുമ്പോൾ എനിക്ക് പരിചിതമായ ചില മുഖങ്ങളും അവിടെ കാണാൻ വേണ്ടി പറ്റി. അതുകൊണ്ടില്ലേ, അമ്മച്ചി കൊരണ്ടിയൊക്കെ എടുത്തിട്ടാണോ പുല്ല് പറിക്കാൻ വേണ്ടി കൊരണ്ടിയൊക്കെ എടുത്തിട്ടാണ് ഇവർ പോയത്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ പ്രായത്തിലും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു എന്നുള്ളത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നോക്കിക്കേ, ഈ അമ്മച്ചീൻ്റെ അടുത്ത് ഞാൻ പ്രായം ചോദിച്ചപ്പോൾ 85 വയസ്സാണ് ആ അമ്മച്ചി പറഞ്ഞത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചൈനയെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതായ കാര്യങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ അതുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് എഴുതണേ. അതൊക്കെ വായിക്കുമ്പോൾ എന്ത് സന്തോഷമുണ്ടെന്നറിയോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.